തീർക്കണം. ഇതെനിക്ക് തീർക്കണം. രണ്ട് തവണ ഇതെനിക്ക് തീർത്തേ പറ്റൂ. ഇവിടെ മാലിന്യത്തിന്റെ ഈ തൃശ്ശൂര്, ഈ എറണാകുളം സിറ്റിയില് ബ്രഹ്മപുരത്ത് വന്നപ്പോഴ് ഇവിടുത്തെ ആളുകളെല്ലാം തീകത്തി മൂക്ക് പൊത്തിയപ്പോഴ് അതിനെതിരെ കള്ളക്കച്ചവടം നടത്തി ഇവിടുത്തെ KPCCയുടെ ആള്, CPMന്റെ ആള്, ഇവർ രണ്ടുപേരും കൂടെ കൊച്ചിയെ കൊള്ളയടിച്ചിട്ട് പോയിട്ട് ഇവിടെ ആളുകൾ മറന്നിട്ടില്ല. ഇവിടുത്തെ മണിപ്പൂരല്ല, മാലിന്യമാണ് ചർച്ച ചെയ്യുക. കൊച്ചി കൗൺസിലറാ. ആ സമരത്തില് ഇവിടെ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് ഞങ്ങള് ഗരാവ് ചെയ്ത് അവിടെ സമരം ചെയ്ത കൗൺസിലർമാർ 21 കൗൺസിലർമാർ 29 കൗൺസിലർമാരെ ഞാനടക്കം തലക്ക് അടികൊണ്ടതാ പോലീസിന്റെ. ആ സമരം ചെയ്തവരെ ഞങ്ങള് അവരെ ഞങ്ങളെ പറ്റിയാണ് KPCC അല്ല പറഞ്ഞത്, ഞങ്ങള് കൗൺസിലർമാരെ ശരി 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 ഒരു കണ്ടിന്യൂഷൻ കൂടി ഉണ്ട്. മണിപ്പൂരിലെ അഴിമതിയുടെ കഥ ഞാൻ പറയാം, കേന്ദ്ര അഴിമതിയുടെ കഥകൾ പറയാം, വേറെ പറയാം. വലിയ അഴിമതികളുണ്ട്. അദ്ദേഹം മണിപ്പൂരിലെ ഒരു ബിഷപ്പിന്റെ കാര്യം പറഞ്ഞു. കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അതായത് ദേശീയ തലത്തിലുള്ള ബിഷപ്പ് കൗൺസിലാണ്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് 2 ആഴ്ച മുമ്പ് ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്. 2014 അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ 190 വയലൻസസ് ആണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ ഇന്ത്യയിൽ ഉണ്ടായതെങ്കിൽ ഇപ്പോ ഈ വർഷം മാത്രം 720 അക്രമങ്ങളാണ് ക്രിസ്ത്യൻ സഭകൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ശരാശരി 2 ക്രിസ്ത്യാനികൾ ഓരോ ദിവസവും ആക്രമിക്കപ്പെടുന്നുണ്ട്. മണിപ്പൂരിൽ അദ്ദേഹം എഴുതിയ കത്തിന്റെ കോപ്പി തരാം. രണ്ടാമത് മണിപ്പൂരുള്ള ഒച്ചയെടുത്തിട്ടൊന്നും കാര്യമില്ല സജി. ഇവിടെ ഉള്ള ഒച്ചയെടുത്തിട്ടൊന്നും കാര്യം, ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങള് വലിയ രീതിയിലാണ്. ഈ ഭരണഘടന തന്നെ മതേതരത്വം സെക്യുലറിസം അടിയുറച്ച് ചെയ്തിട്ടുള്ള ആ മതേതരത്വ സങ്കല്പത്തെ ഏറ്റവും മങ്ങലേൽപ്പിച്ചിട്ട് ഭരണമാണ് കഴിഞ്ഞ 10 വർഷം നടന്നിട്ടുള്ളത്. ഒരു സംശയ കാര്യത്തിലില്ല. മണിപ്പൂര് നമ്മുടെ എല്ലാം വേദനയാണ്. മുൻ BJPയുടെ മുഖ്യമന്ത്രി അടക്കം 12 രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഡൽഹിയിൽ വന്ന് താമസിച്ച് പ്രധാനമന്ത്രിയെ ഒന്ന് കാണണം, ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഒന്ന് പങ്കുവെക്കണമെന്ന് ആവശ്യപ്പെട്ട് 14 ദിവസം ഡൽഹിയിൽ താമസിച്ചു. പ്രധാനമന്ത്രി മുഖം കൊടുത്തില്ല. അവരുടെ മുന്നിലൂടെ വിമാനത്തിലൂടെ USA പോയി, ജപ്പാനിൽ പോയി, ഫ്രാൻസിൽ പോയി. ഈ കർണാടകത്തിൽ വന്ന് 15 ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ഇതുവരെ ഈ മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോയില്ല. ആകെ 27 സെക്കൻഡ് മാത്രമാണ് അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്നറിയോ? 2 പെൺകുട്ടികളെ ക്രൂരമായി നഗ്നരാക്കി നടക്കിയ ആ ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോ അത് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് പേരുദോഷമുണ്ടായി, മാനക്കേടുണ്ടായി എന്നത് മാത്രം പറഞ്ഞു. ഇതുവരെ മണിപ്പൂരിലെ കലാപം അടിച്ചമർത്താൻ പറഞ്ഞിട്ടില്ല. ഇന്ന് 2 പേർ മരിച്ചിട്ടുണ്ട് കുക്കി വിഭാഗത്തിൽപ്പെട്ട്. എന്തിയാ മണിപ്പൂർ എന്ന് കേൾക്കുമ്പോൾ ഇവർ മാലിന്യത്തിലേക്ക് പോണേ? മണിപ്പൂർ ഈ രാജ്യത്ത് ചർച്ചയാകും. കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസം പെരുകുമ്പോൾ ഈ രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിനെതിരെ ജനം വിധി എഴുതും. അതുകൊണ്ട് മിസ്റ്റർ ഡോക്ടർ അരുൺ, ഇന്ന് 165 പാർലമെന്റ് മണ്ഡലം ഇവർ 350 കണക്കൂട്ടി. ഈ കേരളത്തിന്റെ ഇരട്ട സംഖ്യ കണക്ക് കൂട്ടിയിട്ടാണ് 350 400 കണക്കൂട്ടിയത്. അതിൽ 165 പേര് മണ്ഡലത്തിൽ ഇവർ തോക്കുമെന്ന് ഇവരുടെ സർവേ കണ്ടെത്തി. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പൂജയുമായിട്ട് ഇറങ്ങിയിരിക്കുക. ദയനീയമായി BJP ഒറ്റപ്പെടുമെന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പിലെ 2 കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന്, നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി, ശശി തരൂർ അടക്കം എല്ലാരും പറഞ്ഞിട്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു രാഷ്ട്രീയ കേരളത്തിലൊരു ഉപേക്ഷ കക്ഷിയൊക്കെ ഉള്ളത് നല്ലതാണ്. ഇപ്പൊ ഇവർക്ക് 1 സീറ്റ് ഉണ്ട്, തമിഴ്നാട്ടില് 2. അപ്പൊ ഒന്നില് ഇനാബേച്ചിയാണോ മരപ്പെട്ടിയാണോ എന്നതിനെക്കാരില് ആ 1 സീറ്റെങ്കിലും ഒന്ന് നിർത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ അവിടെ മത്സരിക്കുന്നുമില്ല. ആ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്ന കോൺഗ്രസ് എത്ര സീറ്റിലുണ്ട്? അവർക്ക് അവര് മത്സരിക്കുന്നത് അവര് മത്സരിക്കുന്നത് പ്രതിപക്ഷ കക്ഷിയാവാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷി അല്ല, പ്രധാന രാജ്യം നിലനിർത്താനാ, ഭരണഘടന നിലനിർത്താനാ, മതേതരത്വം നിലനിർത്താനാ, ഫെഡറലിസം നിലനിർത്താനാ, അല്ലാതെ ജയിച്ച പ്രധാനമന്ത്രിയാവാനല്ല, ഈ രാജ്യം നിലനിർത്താൻ. നോക്കൂ സജി, നിങ്ങളുടെ ഒരു ആഭ്യന്തര സർവേ പ്രകാരം 165 സീറ്റുകളിൽ നിങ്ങൾ തോക്കുമെന്നും ഹരിയാനയിലും രാജസ്ഥാനിലും മാത്രം 11 സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും ഇന്നലെ RSSന്റേതായിട്ട് വന്ന ഒരു പത്രത്തിൽ റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ഡിഫൻസിലാണ്. നിങ്ങൾ അതുകൊണ്ടാണ് 400-ലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമോ? അപ്പോ
അല്ല 400 സീറ്റ് കിട്ടണമെങ്കിൽ അരുൺ, 400 സീറ്റല്ല, പ്രധാനമന്ത്രി 400 plus ആവർത്തിച്ച് പറയുന്ന 370. ബിജെപിക്ക് എന്തേ 370 എത്ര പ്രയം? അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ അവിടെ കാശ്മീരിൽ 370 വകുപ്പ് എടുത്തു കളഞ്ഞു, അതുകൊണ്ട് 370 സീറ്റ്. ആ ന്യൂനപക്ഷത്തിനെതിരുള്ള നിലപാടിന് നിങ്ങൾ അംഗീകാരം നൽകണമെന്നാണ് 370 സീറ്റ്. 370 കൊച്ചി തെരഞ്ഞെടുപ്പിനോടനുബന്ധപ്പെട്ട് നടക്കുന്ന ഈ ടോക്ക് ഷോയിൽ ചർച്ച കാശ്മീർ വരെ എത്തി. എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, ഈ കൊച്ചി മാറി മാറി ഭരിച്ച മുന്നണികൾ ഇവിടെ എന്ത് വികസനമാണ് കൊണ്ടുവന്നത്? വെള്ളക്കെട്ട്, കൊതുക്, മാലിന്യം സംസ്കരിക്കാൻ അറിയാൻ പാടില്ലാതെ, അത് അറിയാൻ പാടില്ലാണ്ടെന്നല്ല, അത് വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് കുറെ നാളുകൾ ഇവിടെ മനുഷ്യന് കിടക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ വന്നത്. പല ആളുകൾ ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരെ വന്ന് എത്രയോ ആളുകളെ നിങ്ങൾ അസുഖത്തിലേക്കാക്കി. ഇതിനെല്ലാം നിങ്ങൾ ഉത്തരം പറയാതെ നിങ്ങൾ ഉരുണ്ട് കളിച്ച് ഇനി ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ നോർത്ത് സൗത്ത്, ഈ റെയിൽവേ സ്റ്റേഷൻ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ലേ ഇത്രയും മനോഹരമാക്കാനായിട്ട് തുടങ്ങിയത്? പറയട്ടെ, ചോദിക്കട്ടെ, ഇവിടെ ഒരു എറണാകുളത്തിന്റെ ഹൃദയമായിട്ടുള്ള ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൽ ഒരു ചാറ്റൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടോളം വെള്ളക്കെട്ടല്ലേ? ഈ ഇതിന്റെ എല്ലാം കൂടാതെ ഈ നാഷണൽ ഹൈവേ വരുന്നുണ്ട്, ഇവിടെ വികസനങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും INDIA എന്ന മുന്നണിയുടെ മറയിൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനെതിരെ CPM-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് മത്സരിക്കുന്നു. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, പത്രിക 2 തവണ വന്നല്ലോ, 2014, 2019. ആ പ്രകടന പത്രികയിൽ നടപ്പാക്കിയ ഏതെങ്കിലും ഒരു കാര്യം BJPക്ക് പറയാമോ? ഞങ്ങൾ നടപ്പാക്കി. തീർച്ചയായിട്ടും BJPയുടെ ആൾ പറഞ്ഞിരിക്കും. ഇന്ത്യയിലെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ അവസരത്തിന് വേണ്ടിയിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യും. കോടിക്കണക്കിന്